മറ്റൊരു വാർത്തയിലേക്ക് സി സദാനന്ദൻ വധശ്രമ കേസ് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കണ്ട് പി ജയരാജൻ CPM പ്രവർത്തകരായ പ്രതികൾക്ക് ആശംസകൾ അറിയിച്ചു എന്നാണ് ജയരാജൻ പറഞ്ഞത്. ശിക്ഷിക്കപ്പെട്ടവരുടെ വീടുകളിൽ പോയി കുടുംബാംഗങ്ങളെയും കാണുമെന്നും പി ജയരാജൻ പറഞ്ഞു. അസുഖമുള്ളവർക്ക് ചികിത്സ ഒരുക്കിയിട്ടുണ്ട് എന്നും ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായ ജയരാജൻ പ്രതികരിച്ചു. സുപ്രീം കോടതി ശിക്ഷിക്കപ്പെട്ട സഖാക്കളെ പോയി കണ്ടു. അവരിൽ ചിലർ അസുഖം ബാധിച്ചവരാണ്. പാർക്കിൻസൺ രോഗം ബാധിച്ചിട്ടുള്ള രവീന്ദ്രൻ മാഷുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ചികിത്സാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ അവരെ കാണാൻ വരുന്നതിന് RSS വലിയ രീതിയിൽ എതിർക്കുന്നു. എന്തായിരിക്കും അത്? അല്ല, RSSന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും CPM ആവശ്യമില്ല. കാരണം RSS എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ശക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ CPM എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ CPM ഏറ്റവും വലിയ അംഗീകാരമാണ്. ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായി. ഫെലിക്സ്, ഇത് വലിയ വിവാദമായ വിഷയമാണ്. KK ശൈലജ ഇവർക്ക് യാത്രയപ്പ് നൽകുന്ന പരിപാടിയിൽ പോയി, പിന്നെ പ്രവർത്തകർ എന്ന നിലയിലാണ് അവരുടെ കുടുംബാംഗങ്ങളെ കാണാൻ പോയതാണെന്ന് മുൻമന്ത്രിയുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ജയിലിലുള്ളവർക്ക് ആശംസകൾ അറിയിച്ചു എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. അസുഖമുള്ളവർക്ക് ചികിത്സ നൽകണം, അതിലൊന്നും ഒരു തർക്കവുമില്ല. എന്താണ് നിലപാട്? ദിവിഷ്, ഈ സി സദാനന്ദ മാസ്റ്റർ വധശ്രമ കേസിലെ 8 പ്രതികളാണുള്ളത്. അവരെ നേരത്തെ ജയിലിലേക്ക് അയച്ച സമയത്ത് പി ജയരാജൻ കണ്ണൂരിലുണ്ടായിരുന്നില്ല. KK ശൈലജയാണ് യാത്രയപ്പ് പരിപാടിയിൽ പങ്കെടുത്തത്. അന്ന് പി ജയരാജൻ വ്യക്തമാക്കി തനിക്ക് പോകാൻ പറ്റില്ല, താൻ പോകുമെന്നാണ്. അങ്ങനെയാണ് ഇന്ന് കണ്ണൂരിലുണ്ടായിരുന്ന ജയരാജൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി ഈ 8 പേരെയും കണ്ടത്. അവർക്ക് ആശംസകൾ അർപ്പിച്ചു എന്ന് ജയരാജൻ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഇവരുടെ വീടുകളിൽ, അതായത് ഈ ശിക്ഷിക്കപ്പെട്ട 8 പേരുടെയും വീടുകളിൽ പോയി അവരെയും കാണും, അവരെയും സന്ദർശിക്കുമെന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയാണ് പി ജയരാജൻ. അതുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതിൽ അസുഖമുള്ള ആളുകളുണ്ട്, അസുഖമുള്ള ആളുകൾക്ക് ചികിത്സാ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അന്ന് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല, അന്ന് ജയിലിൽ പോയി ഇവരെ സന്ദർശിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഇന്ന് പോകുന്നത് എന്നാണ് ജയരാജൻ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ഈ ശിക്ഷിക്കപ്പെട്ടവർ അവർ യഥാർത്ഥ പ്രതികളല്ല, കള്ളസാക്ഷിയാണ് നൽകിയത്, അല്ലെങ്കിൽ കള്ളമൊഴിയാണ് സദാനന്ദൻ നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തത്. അതുകൊണ്ട് ഈ തരത്തിൽ നിരപരാധികളെ ക്രൂശിക്കപ്പെട്ടു എന്നതാണ് CPMന്റെ നിലപാട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായ പി ജയരാജൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി 8 ശിക്ഷിക്കപ്പെട്ട പ്രതികളെയും കണ്ടത്. ശരി. ഫെലിക്സ് പുളിക്കലാണ് വിവരങ്ങൾ